നമസ്കാരം. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖ് ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനായി സിദ്ദിഖിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ഇടക്കാല ജാമ്യം വരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറോടാണ് സിദ്ദിഖിനോട് ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. സിദ്ദിഖിനെ ഇന്ന് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കും. ഇടക്കാല ജാമ്യം കിട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകാതിരുന്നതിനെ തുടർന്ന് സിദ്ദിഖ് തന്നെ കത്ത് നൽകുകയായിരുന്നു. ഈ മാസം 22-ന് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ കത്ത് നൽകിയ കാര്യം അറിയിക്കാനായിരുന്നു സിദ്ദിഖിന്റെ നീക്കം. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിലായിരുന്ന സിദ്ദിഖ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെയാണ് പുറത്തിറങ്ങിയത്. താരത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവനടി ഉയർത്തിയത്. എന്നാൽ ഈ കേസിൽ എന്താണെന്ന് തെറ്റെന്ന് ചോദിച്ചിരിക്കുകയാണ് നടൻ കൊല്ലം തുളസി. കൊല്ലം തുളസിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വിവാദങ്ങളുടെ തോടനാണ് കൊല്ലം തുളസി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പണ്ടൊരിക്കൽ അദ്ദേഹം മൂത്രം ഞാൻ ഡെയിലി കുടിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞത് ട്രോളുകൾ ആയിട്ടുള്ളതാണ്. ഇപ്പോഴാണ് ഈ പ്രസ്താവനയും. ചിലപ്പോൾ ആ മുറിയിലേക്ക് ഉപദേശിക്കാനായിരിക്കും വിളിപ്പിച്ചത് എന്നാണ് കൊല്ലം തുളസി പറയുന്നത്. അതല്ലെങ്കിൽ സിനിമയെ പറ്റി പറയാനാകും. എന്നിരുന്നാലും ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷന്റെ മുറിയിലേക്ക് ഉത്തരവാദിത്തമുള്ള അച്ഛനും അമ്മയും ആ പെങ്കൊച്ചിനെ കയറ്റിവിടുമോ എന്നാണ് കൊല്ലം തുളസി ചോദിക്കുന്നത്. സിദ്ദിഖിന്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു കുട്ടിയെ വിളിച്ചു വരുത്തി അവർക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിന്റെ ഗുണദോഷങ്ങളെ പറ്റി പറയാനാകും വിളിച്ചത്. മുറിയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും മുറിയുടെ മുന്നിൽ നിന്നിട്ട് കുട്ടിയെ അകത്തേക്ക് ഒറ്റയ്ക്ക് വിട്ടു. ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കൾ പ്രായപൂർത്തിയായ സുന്ദരിയായ പെണ്ണിനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അന്യ പുരുഷന്റെ മുറിയിലേക്ക് കടത്തിവിടുമ്പോൾ അവരുടെ മനസ്സിൽ സാമാന്യമായ സംശയം ഉണ്ടാവണ്ടേ? സിനിമാ ലോകത്തെ പറ്റി മോശം അഭിപ്രായമുള്ളപ്പോൾ അതുപോലൊരു കുട്ടിയെ കയറ്റിവിടുന്നത് ശരിയാണോ? അവരുടെ ഉള്ളിൽ എന്തോ ഉദ്ദേശമുണ്ടല്ലോ. കാര്യം നടന്നിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവുമായിരുന്നില്ല. ചിലപ്പോൾ നടക്കാത്തത് കൊണ്ടാവുമായിരുന്നു എന്നും കൊല്ലം തുളസിയുടെ വാക്കുകൾ. എവിടെയാണ് സ്ത്രീപീഡനം ഇല്ലാത്തതെന്നും സിനിമയിൽ മാത്രം എന്താണ് അത് പ്രശ്നമാകുന്നതെന്നും കൊല്ലം തുളസി ചോദിക്കുകയാണ്. ശരിക്കും അവരെന്താണ് ചെയ്തത്? ആരെയെങ്കിലും ബലാത്കരമോ ബലാത്സംഗമോ ചെയ്തോ? അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു, പറ്റില്ലെന്നും മറുപടിയും കിട്ടി. അവിടെ വെച്ച് ചാപ്റ്റർ അവസാനിച്ചുവെന്നും കൊല്ലം തുളസി പറയുന്നു. നേരിന്റെ വാർത്തകൾ അറിയാൻ സാഗ് ന്യൂസ് കാണുക. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.